എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സീതാദേവിയുടെ കഥ കേൾക്കുമ്പം വിഷമം ഉണ്ടാവാറുണ്ട് അല്ലേ? രാജകുമാരിയായിട്ട് ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയായിട്ട് കൊട്ടാരത്തിലെത്തി, പിന്നീട് വനത്തിൽ താമസിക്കേണ്ടി വന്നു, പിന്നീട് അവിടെ നിന്ന് രാവണൻ്റെ വധമൊക്കെ കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തി, പിന്നെ പൂർണ്ണ ഗർഭിണിയായപ്പം ഉപേക്ഷിച്ചു. ആലോചിക്കുമ്പോൾ ഇത്ര സങ്കടം വരിക. എന്താ ഇങ്ങനെയൊക്കെ ചെയ്ത്? രാമൻ ഈശ്വരാണ്, ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കണം. നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1000-ലേറെ രാമായണമുണ്ട്. അതിലൊരു രാമായണത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. സീതാദേവി കുട്ടിയായിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ ഒരു ടീനേജ് പ്രായം. അന്ന് മട്ടുപ്പാവിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരു മാവൊക്കെ ഇങ്ങനെ പൂത്ത് മാമ്പഴമൊക്കെ ഉണ്ടായി ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ഇണത്തത്തകൾ വരികയാണ്. ഒരു ആൺതത്തയും പെൺതത്തയും. അവരവിടെ വന്നിരുന്ന കൊമ്പിലിരുന്ന് രാമൻ്റെ കഥകൾ പാടാൻ തുടങ്ങി. ഇങ്ങനെ തത്ത വർത്താനം പറയല്ലോ. ഇങ്ങനെ കുറേ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സീതയ്ക്ക് തോന്നി, ഇത് എൻ്റെ കഥയാണല്ലോ പറയണേ, സീതയുടെ കഥയും പറയുകയാണ്. വരാൻ പോണ ഭാവി പോലും പ്രയോഗിക്കുകയാണ് അവർ. അപ്പോൾ വലിയ സന്തോഷമായി പതുക്കെ പതുക്കെ അടുത്ത് നിന്നിട്ട് ഈ പെൺതത്തയെ നമ്മുടെ സീത കുട്ടി പിടിച്ചു. ഇടൊരു, നീ ഇനി എങ്ങും പോകണ്ട, ഞാൻ സ്വർണ്ണക്കൂടുണ്ടാക്കാം, നീ അതിൻ്റെ അകത്ത് കിടന്നോളൂ, എന്നിട്ട് എന്നെ എന്നും ഈ കഥകൾ പറഞ്ഞ് കേൾപ്പിക്കണം, രസിപ്പിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആൺതത്ത പറഞ്ഞു, സീതേ, അവളെ ഇപ്പം നിൻ്റെ കൂടെ വിടാൻ പറ്റില്ല, കുട്ടിയുടെ കൂടെ വിടാം. ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. ഗർഭിണിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? ഭർത്താവിൻ്റെ കൂടെ കഴിയണതാണ് ഏറ്റവും ഇഷ്ടം, ഏറ്റവും ധൈര്യവും. അപ്പോൾ ഭർത്തൃ സാമീപ്യം ഗർഭിണികൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ കാട്ടിൽ കൂടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവളൊരു മുട്ടയൊക്കെ ഇട്ട് ആ കുഞ്ഞ് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരാം, എന്നും ഇവിടെ നിന്ന് രാമൻ്റെ കഥ പറയാം, സീതയുടെ കഥ പറയാമെന്ന് പറയും. അത് പറ്റില്ല. അപ്പോൾ തത്തെ പിടിച്ചേ, പെൺതത്തെ പിടിച്ചിരുന്നു. ഇല്ല, ഞാൻ വിടില്ല, എനിക്കിതിനെ വേണമെന്ന് പറഞ്ഞു. ഇച്ചിരി ശാഠ്യം ഇങ്ങനെ പിടിച്ച് ഈ പൊൻകൂട്ടിലിട്ടു. ആൺതത്തയ്ക്ക് വലിയ വിഷമായി. വിടാൻ പറഞ്ഞു, കുറേ പറഞ്ഞു, വിട്ടില്ല. ഈ സങ്കടം സഹിക്ക വയ്യാതെ ഈ പെൺതത്ത അവിടെ കിടന്നിങ്ങോട്ട് മരിക്കുക. ഇത് കണ്ടപ്പം ആനന്ദത്തേക്ക് അതിനേക്കാൾ വലിയ ദുഃഖമായി. എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ, അല്ലെ പെൺതത്തെയാണ് പറയണേ, ഞങ്ങളെ തമ്മിൽ നീ വേർതിരിച്ചു, ഇതുപോലെ നീ ഗർഭിണിയായിരിക്കുമ്പോൾ നിനക്ക് നിൻ്റെ ഭർത്താവിൽ നിന്നും അകന്ന് താമസിക്കേണ്ടി വരും എന്ന് പറഞ്ഞാണ് ഈ പെൺതത്ത മരിക്കണത്. ഇത് കണ്ട് സഹിക്ക വയ്യാതെ ആൺതത്ത പറഞ്ഞു, നിന്നെയും നിൻ്റെ ഭർത്താവിനെയും തമ്മിൽ അകറ്റുന്നതിൻ്റെ കാരണക്കാരനായി ഞാനും വരും എന്ന് പറഞ്ഞ് സരയുവിലേക്ക് ചാടി ഈ ആൺതത്തയും മരിച്ചു. ഈ കർമ്മത്തിൻ്റെ, ഈ ചെയ്ത തെറ്റിൻ്റെ, അല്ലെങ്കിൽ ആ കർമ്മത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് സീതാദേവിക്ക് ഈ ശ്രീരാമൻ്റെ അടുത്തുനിന്നും ഇങ്ങനൊരു വിരഹം അനുഭവിക്കാനുള്ള യോഗമുണ്ടായത്. അതായത് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അതിൻ്റേതായ കൃത്യമായ ഫലങ്ങളുണ്ടാവും. അത് ഈശ്വരനാണെങ്കിൽ പോലും കർമ്മനേതനത്തിന് അപ്പുറം പോവില്ല. ഈശ്വരൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. തീയിൽ തൊട്ടാൽ തീ നമ്മളെ പൊള്ളിച്ചതല്ല, തൊട്ടത് കൊണ്ട് പൊള്ളിയതാണ്. നീന്തലറിയാത്തവൻ വെള്ളത്തിൽ ചാടി മുങ്ങിപ്പോണു. വെള്ളം നമ്മളെ കൊല്ലുന്നതല്ല, നമുക്ക് വെള്ളത്തിൽ നിൽക്കാനുള്ള കല അറിയില്ലെങ്കിൽ താങ്ങു പോകുന്നുള്ള അതിൻ്റെ നിയമമാണ്, ആ കർമ്മത്തിൻ്റെ നിയമമാണ്. നന്നായിട്ട് പഠിക്കാത്ത കുട്ടികൾ തോറ്റു പോകുന്നുള്ളത് അധ്യാപനോ പരീക്ഷയുടെയോ കുഴപ്പമില്ല, പഠിച്ചില്ല എന്ന കർമ്മത്തിൻ്റെതാണ്. അപ്പോൾ ഈ നാർക്കോട്ടിക്കിലും മയക്കുമരുന്നും കഴിക്കുന്ന കുട്ടികൾ അപകടത്തിൽ ചെന്ന് ചാടുന്നത് ആ ചെയ്ത കർമ്മത്തിൻ്റെയാണ്. ഈശ്വരന് പോലും കർമ്മനിയമത്തിന് പോകാൻ പറ്റില്ല. സീതാദേവിക്ക് ഇങ്ങനൊരു നിർഭാഗ്യം ഉണ്ടായത് അന്ന് ആ ചെറുപ്പത്തിൽ കാണിച്ച ഒരു കുട്ടിക്കുസൃതി ആണ് പിൽക്കാലത്തെ വലിയ ദുരന്തമായിട്ട് മാറിയിട്ടുള്ളത്. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ കർമ്മഫലം രാമായണത്തിൽ കൂടെ എങ്ങനെ പഠിപ്പിക്കണമെന്നുള്ളത് നമുക്ക് കാണാം. നമസ്കാരം.